ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം സമാധാന രാജാവിൻ്റെ പ്രവേശനം എന്നുള്ളതാണ്. യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സാധാരണ യാത്രയല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്നത് യഹൂദന്മാർ കാത്തിരുന്ന രാജാവിൻ്റെ അടയാളമായിരുന്നു. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറിയ കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് സക്കറിയ പ്രവാചകനിലൂടെയുള്ള പ്രവചനം ഇവിടെ നിവൃത്തിയാവുകയായിരുന്നു. ദൈവരാജ്യം ശക്തിയാലല്ല, സമാധാനത്താൽ സ്ഥാപിക്കപ്പെടുന്നതാണ്. ലോകത്തിലെ രാജാക്കന്മാർ കുതിരകളിലും രഥങ്ങളിലും വരുമ്പോൾ കർത്താവ് ഒരു കഴുതക്കുട്ടിമേൽ കയറി വരുന്നു. ഇതവൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. അവൻ ശക്തനായ രാജാവാണ്, എന്നാൽ അവൻ വിനയമുള്ള രാജാവുമാണ്. ജനങ്ങൾ വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചും മരക്കൊമ്പുകൾ വീശിയും ഹോസന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു പറഞ്ഞ് അവനെ സ്വീകരിക്കുന്നു. അവൻ്റെ യെരുശലേമിലേക്കുള്ള വരവ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും ദൈവത്തോടുള്ള സമാധാനം നിലനിർത്തുവാനും ദൈവരാജ്യ സ്ഥാപിക്കാനുമായിരുന്നു. ഇതായിരുന്നു സമാധാന രാജാവിൻ്റെ സന്ദേശവും. പ്രിയമുള്ളവരെ, അവൻ യെരുശലേമിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം അവനായി തുറന്ന് കൊടുക്കുമോ? അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കും. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമുക്ക് അടുക്കുവാൻ കഴിയും. അവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനും കഴിയും. പ്രിയമുള്ളവരെ, ഈ ഹോസന്ന പെരുന്നാളിൽ നമുക്കും അവനെ സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതം നിന്റെ സമാധാനത്തിൽ നിറയ്ക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.